ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് അന്തഃശൗര്യ യജ്ഞത്തിന്റെ 342 ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വേണ്ടി അനൗൺസ് ചെയ്യുന്നത് ശ്രീ ലക്ഷ്മൺ മാസ്റ്ററാണ്. മാസ്റ്റർ ഇന്ന് നമുക്ക് വേണ്ടി വായിക്കുന്നത് ശ്രീമതി പൊന്നമ്മ തിരുവനന്തപുരത്ത് നിന്നാണ്. അപ്പൊ മാഷ് ബാക്കി പറയാനുള്ളത് ചെയ്തോളൂ. സായിരാം. സായിരാം. അന്തർശൗര്യയജ്ഞത്തിന്റെ 342 ഭാഗത്തേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഇന്ന് പാരായണം ചെയ്യുന്നതും അനുഭവങ്ങൾ പങ്കുവെക്കുന്നതും ഭജന പാടുന്നതും ശ്രീമതി പൊന്നമ്മ തിരുവനന്തപുരം ആണ്. അവരെ ഈ കാര്യത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ അവരാദ്യം തന്നെ 3 ഓങ്കാരവും 3 സായി ഗായത്രിയും ജപിക്കുക. അതിന് ശേഷം വീഡിയോ ഓണാക്കി ഇപ്പോൾ ഉണ്ട്. പിന്നെ അവരുടെ പാരായണം ചെയ്യുക. അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ സ്വയം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഇത്രയും കാര്യമാണ്. പിന്നെ സ്വാമീൻ്റെ വീഡിയോ കഴിഞ്ഞിട്ടാകുമ്പോൾ ഭജന പാടുക. സായിരാം. തുടങ്ങി. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ സായിര. ശ്രീ സത്യസായി വാണി 2ാം ഭാഗം. ഭഗവാൻ ചെന്നൈ പെരമ്പൂരിൽ 23/4/1961 നടത്തിയ പ്രഭാഷണം. ലോകം മുഴുവൻ ജീവിത നിലവാരം ഉയർത്തുന്നതിനു വേണ്ടിയാണ് ശ്രദ്ധിക്കുന്നത്. അതേസമയം എങ്ങനെ ജീവിക്കുന്നു എന്ന കാര്യത്തിൽ ശ്രദ്ധയില്ല. ജീവിക്കാൻ ഏതേത് മാർഗം സ്വീകരിക്കുന്നു എന്നതിലും ശ്രദ്ധയില്ല. ഒരിക്കൽ ലൗകിക സുഖഭോഗങ്ങളിൽ നിങ്ങൾ വീണുപോയാൽ പിന്നെ അസംതൃപ്തി, മത്സരബുദ്ധി, അഹങ്കാരം, അസൂയ ഇതൊക്കെ വിടാതെ പിടികൂടും. ഒരു നിമിഷം നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് പരിശോധിക്കുക. അതായത് ആത്മപരിശോധന. നിങ്ങളുടെ അനുഭവം എന്താണെന്നൊന്ന് ചിന്തിക്കുക. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സബലീകരിക്കുമ്പോൾ, കൂടുതൽ ധനം സമ്പാദിക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച മനഃശാന്തിയും സുഖവും കിട്ടിയിട്ടുണ്ടോ? ജീവിത നിലവാരം ഉയർന്നതുകൊണ്ട് സന്തോഷം ഉണ്ടാകുന്നില്ല എന്നതിന്റെ തെളിവാണിത്. വിദ്യാഭ്യാസം, തൊഴിൽ വൈദഗ്ധ്യം ഇതൊന്നും സമാധാനം തരുന്നവയല്ല. എന്തുകൊണ്ടെന്നാൽ വിദ്യാഭ്യാസം ഇല്ലാത്തവനേക്കാൾ വിദ്യാഭ്യാസം ഉള്ളവർക്കാണ് അസംതൃപ്തി. ധർമ്മം മറക്കുന്നത് കൊണ്ടാണ് ഈ അസംതൃപ്തി. ധർമ്മം പുനഃസ്ഥാപിക്കുക എന്നതാണ് അവതാരങ്ങളുടെ ലക്ഷ്യം. അന്യനാടുകളിൽ മാത്രമല്ല, ഇന്ത്യയിലും ധർമ്മം പുനഃസ്ഥാപിക്കേണ്ട സമയം അടുത്തിരിക്കുന്നു. എന്തെന്നാൽ ഇന്ത്യയാണ് മറ്റു ലോകരാഷ്ട്രങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ടത്. ഈ സത്യം ഇന്ത്യ നിരന്തരം വിളംബരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കാലഘട്ടങ്ങളിലും ഇന്ത്യ ഇക്കാര്യത്തിൽ മാതൃകയായിരുന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് മറ്റു ലോകരാഷ്ട്രങ്ങളിൽ പലതും അസ്തമിച്ചിട്ടും ഇന്ത്യ കാലങ്ങളായി നിലനിന്നു പോരുന്നത്. പ്രളയം, ഭൂമികുലുക്കം, മറ്റ് സാംസ്കാരിക വിസ്ഫോടനങ്ങൾ എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, ഇന്ത്യയുടെ നിലനിൽപ്പിനെ ഇത് ബാധിക്കുന്നില്ല. ആധ്യാത്മിക സാധന മറ്റു രാഷ്ട്രങ്ങളെ പഠിപ്പിക്കാനുള്ള കടമ ഇന്ത്യക്കുള്ളതാണ്. മനുഷ്യകുലത്തിനെ നയിക്കുവാൻ നിയോഗിക്കപ്പെട്ടവരാണ് നിങ്ങൾ. ഇതൊരു അസുലഭ ഭാഗ്യമാണ്. സത്യസായി സംഘടനകൾക്ക് ഇതിലുള്ള പങ്ക് വളരെ പ്രധാനമാണ്. എന്റെ പേര് ഏറ്റു ചൊല്ലുന്നവർ,
എന്നിൽ വിശ്വാസമർപ്പിക്കുന്നവർ എന്റെ ആജ്ഞ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. നിങ്ങളെ സമീപിക്കുന്ന ഓരോരുത്തരിലും ഭക്തിയുടെ തിരുനാളം കൊളുത്തണം. നിങ്ങളുടെ അച്ചടക്കവും സേവന തൽപരതയും മറ്റുള്ളവർ പ്രകീർത്തിക്കുന്നത് കേൾക്കുമ്പോൾ നിങ്ങളോടുള്ള സ്നേഹം അടക്കാനാവാതെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അനിയന്ത്രിതമായ മനസ്സാണ് എല്ലാ വിഷമതകളുടെയും അടിസ്ഥാനം. പ്രളയത്തിൽ ഗോദാവരി നദി ഇരുകരകളും കവിഞ്ഞൊഴുകി നാശം വരുത്തുന്നത് കണ്ടിട്ടില്ലേ? ഈ കരകളെ സംരക്ഷിക്കാൻ ബലമുള്ള ബണ്ടുകൾ ഉണ്ടെങ്കിൽ യാതൊരു കുഴപ്പവുമില്ല. അതേപോലെ മനസ്സിൽ നീച വികാരങ്ങളുടെ പ്രളയം ഉണ്ടാകുമ്പോൾ വൈരാഗ്യം, വിവേകം എന്നീ 2 ബണ്ടുകൾ ഈ പ്രളയത്തെ നിയന്ത്രിക്കണം. വൈരാഗ്യം എന്നാൽ ഒന്നിനോടും അതിൽ കടന്ന അടുപ്പം ഉണ്ടാവാതിരിക്കൽ എന്നാണ് അർത്ഥം. വിവേകം എന്നാൽ തിരിച്ചറിയാനുള്ള കഴിവ്. അഥാതോ ബ്രഹ്മ ജിജ്ഞാസ, അത് കഴിഞ്ഞ് ബ്രഹ്മത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം എന്നാണ് ബ്രഹ്മസൂത്രം പറയുന്നത്. ഏതു കഴിഞ്ഞ്? മനസ്സിൽ വിവേകവും വൈരാഗ്യവും വളർന്നു കഴിഞ്ഞാൽ മാത്രമേ ബ്രഹ്മത്തെക്കുറിച്ച് ചർച്ച ചെയ്യാവൂ. എങ്ങനെയാണ് വിവേകവും വൈരാഗ്യവും വളർത്തുക? 3 പുരുഷാർത്ഥങ്ങളെ പരിപാലിക്കുക. ധർമ്മം, അർത്ഥം, കാമം എന്നിവയാണ് പുരുഷാർത്ഥങ്ങൾ. ധർമ്മം പരിപാലിക്കുന്നതിലൂടെയാണ് ജീവിത സൗന്ദര്യം നിലനിർത്തേണ്ടത്. ഗീതയിൽ ശ്രീകൃഷ്ണൻ അർജുനനെ ഉപദേശിച്ചത് കർമ്മസന്യാസം സ്വീകരിക്കാനാണ്, ദേഹസന്യാസം സ്വീകരിക്കാനല്ല. ഫലം ഇച്ഛിക്കാതെയുള്ള കർമ്മം ചെയ്യലാണ് കർമ്മസന്യാസം. അവനവന്റെ കർമ്മനിയോഗങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കരുത്. ഒരു കാര്യം ഓർമ്മിക്കുക, നിങ്ങളുടെ ജോലി എന്തു തന്നെ ആയാലും ഈശ്വര പൂജയായി കരുതി ചെയ്യുക. നിങ്ങളുടെ ബുദ്ധി വൈദഗ്ധ്യം എല്ലാം തന്നെ നന്ദിയോടെ ഈശ്വരപാദങ്ങളിൽ അർപ്പിക്കുക. എന്നിട്ട് പ്രാർത്ഥിക്കുക, കർമ്മഫലത്തിലുള്ള മോഹവും അഹങ്കാരവും എല്ലാം ഉള്ളിൽ നിന്ന് തിരിച്ചെടുക്കണേ എന്ന്. നിങ്ങൾ എവിടെയായിരുന്നാലും ദിനചര്യകൾ ഈ വിധം ചെയ്യുക. അപ്പോൾ വൈരാഗ്യവും വിവേകവും നിങ്ങളിൽ ഉണ്ടാകും. എന്നാൽ ചില ദിവ്യന്മാരായിട്ടുള്ളവർക്ക് ലൗകിക ജീവിതാനുഭവങ്ങൾ ഇല്ലാതെ തന്നെ വൈരാഗ്യവും വിവേകവും ഉണ്ടാവും. ഉദാഹരണത്തിന് ആദി ശങ്കരാചാര്യർ, അദ്ദേഹം ജന്മനാ തന്നെ വിവേക വൈരാഗ്യങ്ങളെ സ്വായത്തമാക്കിയിരുന്നു. അത് ശങ്കരാചാര്യർ കുട്ടിക്കാലത്ത് തന്നെ സംസാര ദുഃഖം എന്തെന്ന് മനസ്സിലാക്കിയിരുന്നു. എന്നാൽ ലോകത്തെ ഭൂരിപക്ഷം പേരുടെയും സ്ഥിതി അതല്ല. ചുറ്റിനും നിരവധി പേർ മരിക്കുന്നത് ദിനംപ്രതി കണ്ടാലും സ്വന്തം മരണത്തെ ശാന്തമായി സന്തോഷമായി നേരിടുവാനുള്ള പരിശീലനം ഇപ്പോഴും നിങ്ങൾ നേടിയോ? ഇനി വൈരാഗ്യവും വിവേകവും എന്താണെന്ന് അറിയാൻ ഇടയായവർ പോലും ചിലപ്പോൾ അത് മറക്കുന്നത് കാണാം. അതിന് തക്കതായ ചില കാരണങ്ങളും അവർ കണ്ടുപിടിക്കും. ഈ വിധം ഒരടി മുന്നോട്ടും ഒരടി പിന്നോട്ടും സഞ്ചരിച്ചാൽ ഒരിക്കലും ജീവിതത്തിൽ മുന്നേറാൻ കഴിയില്ല. ചിലർ സാധന പരിശീലിച്ചാലും സ്ഥിരതയുണ്ടാവില്ല. കയ്യിലുള്ള നൂൽപന്ത് താഴെ പോയ അവസ്ഥയായിരിക്കും അവരുടേത്. മനോബലം ഉണ്ടെങ്കിലേ സാധന പരിശീലിക്കാനാവൂ. ക്രമവും സ്ഥിരവുമായ സാധനയിലൂടെ മാത്രമേ ലക്ഷ്യത്തിലെത്തൂ. മനോനിയന്ത്രണം എളുപ്പം സാധിക്കാമെന്ന് എന്തിന് നിങ്ങൾ കരുതുന്നു? മനസ്സിന്റെ ചപലതയെ കീഴടക്കുക എളുതല്ല. നിങ്ങൾക്ക് പ്രകൃതിയെ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം പ്രകൃതി ഈശ്വരന്റെ പ്രതിരൂപമാണ്. മനസ്സിനെ നിയന്ത്രണ വിധേയമാക്കാതെ ഈശ്വര സാന്നിധ്യം തിരിച്ചറിയാനാവില്ല. മനോനിയന്ത്രണം പരിശീലിക്കുന്ന കാര്യത്തിൽ മറ്റാർക്കും നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ പരിശീലകൻ. ഒരിക്കൽ നിങ്ങൾ ഈ പരിശീലനത്തിന് ശ്രമിച്ചാൽ ഈശ്വരൻ നിങ്ങൾക്ക് തുണയായി വരും, തീർച്ച. ആധ്യാത്മിക ജീവിതത്തിന്റെ അടിസ്ഥാന തത്വം ഇതാണ്. അതിനുള്ള ആദ്യപടി സംഭാഷണത്തിലുള്ള ശുദ്ധിയാണ്. വളരെ ബഹുമാനപൂർവ്വം നല്ല വാക്കുകൾ മാത്രമേ ഉച്ചരിക്കാവൂ. ഒരിക്കലും ദേഷ്യഭാവം ഉണ്ടാവരുത്. അഹങ്കാരം പാടില്ല. സ്വന്തം മേന്മകൾ ഉയർത്തിക്കാട്ടി സംസാരിക്കരുത്. മറ്റുള്ളവരെ സേവിക്കാനുള്ള അവസരത്തിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുക. സംസാരിച്ച് സമയം കളയാതെ മൗനം പാലിക്കണം. അതെല്ലാം നിങ്ങളെ ദുശ്ചിന്തകളിൽ നിന്നും പ്രവൃത്തികളിൽ നിന്നും സംരക്ഷിക്കും. മറ്റുള്ളവരുടെ സന്തോഷത്തിലും ദുഃഖത്തിലും പങ്കുചേരാനുള്ള മനസ്ഥിതി പരിശീലിച്ചെടുക്കണം. സഹജീവികളോട് കരുണയുള്ളവനായിരിക്കുക. വെറുതെ കരുണ മനസ്സിൽ തോന്നിയതുകൊണ്ട് ഫലമില്ല. അതനുസരിച്ച് സേവനം നടത്താൻ ശ്രമിക്കണം. വെറുതെ ഒരു വികാരപരമായ സേവനം ആയിരിക്കരുത്. മനുഷ്യരെല്ലാം സമന്മാരാണെന്ന ചിന്താഗതി ഉണ്ടായിരിക്കണം. എല്ലാവരും ധരിക്കുന്ന സാധാരണ വസ്ത്രം ഞാനും ധരിക്കാം എന്നതല്ല സമാന ചിന്താഗതി. അത് വെറും പ്രകടനം മാത്രമാണ്. പിന്നെന്താണ് സമത്വം? എല്ലാവരിലും ഒരേ ഈശ്വര ചൈതന്യമാണെന്നുള്ള ബോധം.
സൂര്യൻ ഉദിക്കുമ്പോൾ ഒരു കുളത്തിലെ എല്ലാ താമരയും ഒന്നിച്ചു വിടരുകയില്ല. വിടരാൻ പാകമാകാത്ത മൊട്ടുകൾ പിന്നീടേ വിടരൂ. എല്ലാ ഫലങ്ങളും ഒന്നിച്ചു പഴുക്കുകയില്ല. അതുപോലെയാണ് മനുഷ്യന്റെ കാര്യത്തിലും. എല്ലാവരും ലക്ഷ്യത്തിലെത്താൻ കഴിവുള്ളവരാണ്. പതുക്കെ പതുക്കെ എല്ലാവരും എത്തിക്കൊള്ളും. ലക്ഷ്യത്തിലെത്താനുള്ള ഏറ്റവും ഉത്തമമായ മാർഗം ഈശ്വര നാമസ്മരണയാണ്. ജന്മജന്മാന്തരങ്ങളായി ഒരു നീണ്ട യാത്രയുടെ ഒടുവിൽ ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള നീണ്ട ക്യൂവിൽ ഓരോരുത്തരും നിലയുറപ്പിച്ചിരിക്കുകയാണ് എന്ന ബോധം ഉണ്ടായിരിക്കണം. ഇവിടെ എന്റെ മുന്നിലുള്ള മൈക്കിലൂടെ എന്റെ ശബ്ദം ഏറ്റവും പുറകിൽ ഇരിക്കുന്നവർക്കും ശരിയായി കേൾക്കാം. ഈ മൈക്കിനെ ബന്ധിപ്പിച്ചിരിക്കുന്ന വയർ ശരിയായി ഘടിപ്പിച്ചിരിക്കുന്നതിനാലാണ് ഇത് സാധ്യമാകുന്നത്. അതുപോലെ നിങ്ങളും ഞാനും തമ്മിലുള്ള ബന്ധം ശരിയായ വിധത്തിലാണെങ്കിൽ മാത്രമേ എന്നിൽ നിന്ന് നിങ്ങളിലേക്ക് ശരിയായ വിധത്തിൽ അനുഗ്രഹം പ്രവഹിക്കുകയുള്ളൂ. ബൾബിന്റെ വോൾട്ടേജ് അനുസരിച്ചാണ് പ്രകാശം. അതേപോലെ നിങ്ങളിലുള്ള ആത്മശക്തി എത്രമാത്രമുണ്ടോ അതനുസരിച്ച് ഈശ്വരാനുഗ്രഹം കൂടുതൽ പ്രകാശത്തോടെ ജ്വലിക്കും. എന്നെ ഏതു വിധത്തിൽ നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു എന്നത് നിങ്ങളെ ആശ്രയിച്ചാണ്. മഴ ഭൂമിയിലേക്ക് പെയ്യുന്നത് ഒരുപോലെയാണ്. എന്നാൽ ആ മഴവെള്ളം മണ്ണ് ഉള്ളിലേക്ക് സ്വീകരിക്കുന്നത് മണ്ണിന്റെ ഗുണമനുസരിച്ചായിരിക്കും. അതനുസരിച്ച് വിത്ത് മുളയ്ക്കുകയും ചെയ്യും. കുട്ടികളിൽ ഈശ്വരവിശ്വാസം ഇല്ലെങ്കിൽ അതിനവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവർ മുതിർന്നവരെ ബഹുമാനിക്കുന്നില്ലെങ്കിൽ അവരെ ശിക്ഷിച്ചിട്ട് കാര്യമില്ല. അവരിൽ ആ സ്വഭാവം ഉണ്ടാവാൻ കാരണം മുതിർന്നവരുടെ പെരുമാറ്റ ദൂഷ്യമാണ്. ഇരുട്ടിൽ തെളിക്കാൻ കുട്ടികളുടെ ടോർച്ചിൽ ബാറ്ററിയില്ല. അവർക്ക് പ്രകാശം തെളിച്ചു കൊടുക്കേണ്ടത് മാതാപിതാക്കളും അധ്യാപകരുമാണ്. കുറച്ചുപേർ മാത്രമേ ഈശ്വരനിലും ശാസ്ത്രത്തിലും ദൃഢമായി വിശ്വസിക്കുന്നുള്ളൂ. കുറച്ചുപേർ മാത്രമേ ധർമ്മത്തിന്റെ പാതയിൽ സഞ്ചരിക്കുന്നുള്ളൂ. ഒന്നോർക്കുക, പ്രേമം വളർത്തിയെടുക്കുക എന്നത് വളരെ ശ്രമകരമായ കാര്യമാണ്. സർവ്വ ജീവജാലങ്ങളെയും പ്രേമപൂർവ്വം സമീപിക്കാനുള്ള കഴിവ് ജീവിതത്തിലെ അമൂല്യ സമ്പത്താണ്. ശാന്തിയാണ് ജീവിതത്തെ മഹത്തരമാക്കുന്നത്. അതുകൊണ്ട് പെരമ്പൂരിലുള്ള സത്യസായി സമാജത്തിലോ എല്ലാവർക്കും പ്രേമവും ശാന്തിയും കൈവരട്ടെ എന്ന് ഞാൻ അനുഗ്രഹിക്കുന്നു. ആനന്ദമാണ് എൻ്റെ സമ്പാദ്യം, പ്രേമമാണ് എൻ്റെ സമ്മാനം. അത് ഞാൻ നിങ്ങൾക്ക് തരുന്നു. ജയ് സായിരാം. സായിരാം, ഭംഗിയായിട്ട് വായിച്ചു. ഇനി നിങ്ങൾ സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അനുഭവങ്ങൾ പങ്കുവെച്ചോളൂ. സായിരാം. സായിരാം, ഞാന് തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. അമ്പലമുക്ക് സമിതിയിലെ ഒരു മെമ്പറാണ്. ഞാന് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ആയിട്ട് റിട്ടയർ ചെയ്തു. എനിക്ക് 2 കുട്ടികളാണ്. മൂത്ത മകൾ, ഹസ്ബൻഡ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിലെ ജനറൽ മാനേജറായിട്ട് റിട്ടയർ ചെയ്തു. എൻ്റെ മകൾ ദുബായിലായിരുന്നു, മരുമകനും അവിടെയായിരുന്നു. അവര് അവിടെ സത്യസായി സേവാ സമിതിയിലെ നല്ല പ്രവർത്തകരായിരുന്നു. പിന്നെ മകൻ അമേരിക്കയിലാണ്, ഡോക്ടറാണ്. ഇതാണ് എൻ്റെ കുടുംബം. ഇനി ഞാൻ എൻ്റെ അനുഭവങ്ങൾ വായിച്ചു തുടങ്ങട്ടെ. സായിരാം. സായിരാം, വായിച്ചോളൂ. ഓം ശ്രീ സായിരാം. ഭഗവാന്റെ തൃപ്പാദ കമലങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചു കൊള്ളുന്നു. അന്തർശൗച യജ്ഞത്തിലൂടെ ഭഗവാന്റെ മഹിമകളും അവരവരുടെ അനുഭവങ്ങളും പറയുവാൻ കഴിയുക എന്നത് മഹത്തായ ഒരു കാര്യം തന്നെയാണ്. അതിനുവേണ്ടി അഹോരാത്രം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ സായി ഭക്തർക്കും എൻ്റെ വിനീതമായ സായിരാം. 1966 ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് നിൽക്കുന്ന സമയം എൻ്റെ അമ്മയുടെ കസിൻ സിസ്റ്റർ മിസ്സിസ് ജാനകി അമ്മ പാങ്ങോട് മിലിറ്ററി ക്വാർട്ടേഴ്സിൽ താമസം. ഞാൻ കൂടെ കൂടെ കൊച്ചമ്മയെ കാണാൻ പോകും. എപ്പോൾ നോക്കിയാലും കയ്യിൽ ഒരു ജപമാലയും ചുണ്ടിൽ മന്ത്രവും ആയിട്ട് നടക്കും. സായി ഗായത്രി ജപിക്കുകയായിരുന്നു. 1977 ഞങ്ങൾ ഊട്ടിയിൽ ടൂർ പോയ സമയം കുറെ ആളുകൾ ഒരു സ്ഥലത്ത് കൂടിയിരിക്കുന്നു. സായിബാബ വരുന്നതും കാത്തിരിക്കുകയാണ്. ഞങ്ങളും അവിടെ ഇരുന്നു. ബാബ വന്നു, കണ്ടു. എന്നിട്ടും ഭഗവാനിലേക്ക് അടുക്കുവാൻ കഴിഞ്ഞില്ല. 2000 ഞാൻ റിട്ടയർ ചെയ്തതിന് ശേഷം വീട്ടിൽ ഒരു ഗ്രഹശാന്തി ഭജന വെച്ചു. ഭജന കഴിഞ്ഞപ്പോൾ ഏതോ ഒരു ശക്തിയാൽ ആകർഷിക്കപ്പെട്ട് ഞാനും ഗ്രഹശാന്തി ഭജനക്കാർക്കൊപ്പം ചേർന്നു. പല വീടുകളിലും ഭജനക്കാർക്കൊപ്പം പോയി. അതിനുശേഷം മണ്ഡലിയിലെയും സമിതിയിലെയും എല്ലാ സർവീസ് ആക്ടിവിറ്റീസിലും പങ്കെടുക്കുമായിരുന്നു.
കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡും മകളും മരുമകനും സ്വാമിയുടെ ഡിവോട്ടീസായി കഴിഞ്ഞു. മരുമകൻ മിസ്റ്റർ അനിൽ പ്രസാദിനെ ദുബായ് സമിതിയിൽ ചെയർമാനായി 2 വർഷം പ്രവർത്തിക്കുവാൻ കഴിഞ്ഞു. പല പ്രാവശ്യം പുട്ടപർത്തിയിൽ സർവീസിന് പോകുവാനായി ഭഗവാന്റെ പാദനമസ്കാരം കിട്ടാനും ഒക്കെയുള്ള ഭാഗ്യം ലഭിക്കുകയുണ്ടായി. എനിക്ക് ഭഗവാനെ ഒന്ന് നേരിൽ കാണണമെന്ന് അതിയായ മോഹം തോന്നി. അങ്ങനെ എൻ്റെ കൂട്ടുകാരി കൃഷ്ണകുമാരി, സുധാമണി എന്നിവരോടൊപ്പം പുട്ടപർത്തിയിലേക്ക് പോയി. നേരത്തെ സൂചിപ്പിച്ച എൻ്റെ കൊച്ചമ്മ മിസ്സിസ് ജാനകി അമ്മയുടെ മകൻ മിസ്റ്റർ RC നായരുടെ കൂടെയാണ് ഞങ്ങൾ താമസിച്ചത്. 3 ദിവസം ഉണ്ടായിരുന്നു. ഈ 3 ദിവസവും സ്വാമിയുടെ മഹിമയും അണ്ണനുണ്ടായ അനുഭവങ്ങളും ചേർന്ന സത്സംഗം ആസ്വദിക്കുവാൻ കഴിഞ്ഞു. അണ്ണന്റെ ത്രോട്ട് ക്യാൻസർ ഭഗവാന്റെ ഒരു തലോടലിൽ ക്യാൻസൽ ചെയ്ത വിവരം പ്രത്യേകം പറഞ്ഞുകൊള്ളുന്നു. കുറച്ചുനാൾ കഴിഞ്ഞ് വീണ്ടും ഭഗവാനെ കാണാൻ എൻ്റെ ഒരു ഫ്രണ്ടുമായി പുട്ടപർത്തിയിൽ പോയി. സ്പോർട്സിന്റെ സമയമായതിനാൽ വലിയ തിരക്കായിരുന്നു. പ്രശാന്തി നിലയത്തിലെ ഒരു ജനറൽ ഹാളിൽ തറയിലാണ് രാത്രി കിടന്നത്. രാത്രിയിൽ എനിക്ക് ലൂസ് മോഷൻ കലശലായി. വെളുപ്പിന് 4 മണിയോടുകൂടി ഞാൻ എൻ്റെ അണ്ണൻ മിസ്റ്റർ RC നായരുടെ അടുത്ത് പോയി. അണ്ണൻ മരുന്നും വെള്ളവും ഒക്കെ തന്നിട്ട് എന്നോട് പറഞ്ഞ് റെസ്റ്റ് എടുക്കണം, അവിടെ തന്നെ കിടക്കണമെന്ന് പറഞ്ഞു. സ്വാമിയുടെ ദർശനത്തിന് പോകാൻ കഴിയാത്തതിൽ വളരെയേറെ വിഷമം തോന്നി. പിറ്റേ ദിവസം നാട്ടിലേക്ക് പോരുകയും വേണം. ഭഗവാനെ ഒരു നോക്ക് കാണുവാൻ കൊതിച്ച് നാട്ടിലേക്ക് പോരുന്ന ദിവസം രാവിലെ പ്രശാന്തി നിലയത്തിലേക്ക് പോയി. ക്യൂ കണ്ണെത്താ ദൂരത്ത് നീണ്ടുകിടക്കുന്നു. ഭഗവാനെ കാണാൻ പറ്റുകയില്ലല്ലോ എന്നോർത്ത് വിഷമിച്ചു നിൽക്കുമ്പോൾ ക്യൂവിന്റെ തുടക്കത്തിൽ ഒരു ഗ്യാപ്പ് ഫോം ചെയ്തു. ആരോ പിടിച്ചു തള്ളും പോലെ ആ ഗ്യാപ്പിൽ കൂടി കയറി ലൈനിലിരുന്നു. ഫസ്റ്റ് റോ കിട്ടി. ഭഗവാൻ മുമ്പിൽ വന്നു നിന്നു. വിഭൂതി സൃഷ്ടിച്ച് അടുത്തിരുന്ന ആളിന് കൊടുത്തു. കുറച്ച് എനിക്കും കിട്ടി. ഭഗവാന്റെ നോട്ടം ഞങ്ങളിലേക്ക് പതിഞ്ഞു. സന്തോഷത്തോടെ തിരിച്ചു നാട്ടിലേക്ക് പോന്നു. ഈ ദർശനമാണ് ഞാൻ എന്നും മനസ്സിലോർത്ത് പാദനമസ്കാരം ചെയ്യുന്നത്. അതിനുശേഷം പലതവണ സർവീസിനൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഭഗവാന്റെ അടുത്ത് ഇരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. പാദനമസ്കാരം ഒന്നും കിട്ടിയിട്ടുമില്ല. ഏതാണ്ട് 2002 ആയപ്പോൾ ഞങ്ങൾ വെള്ളായമ്പലത്തിൽ നിന്നും പേരുകട കൃഷ്ണാനഗറിലേക്ക് താമസം മാറ്റി. കുടപ്പനക്കുന്ന് മണ്ഡലിയുടെ കീഴിലായിരുന്നു. മണ്ഡലിയിലും സമിതിയിലുമുള്ള എല്ലാ സർവീസ് ആക്ടിവിറ്റീസിലും പങ്കെടുക്കുമായിരുന്നു. ഓങ്കാരം, സുപ്രഭാതം, നഗരസങ്കീർത്തന, ഭജന ഇവയൊന്നും മുടക്കിയിരുന്നില്ല. ആ വീട്ടിൽ താമസിക്കുമ്പോഴാണ് എനിക്ക് ഭഗവാന്റെ കൃപാകടാക്ഷത്തിന്റെ ആഴം മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. തലയിടിച്ചു 3 വീഴ്ച. വർക്കേരിയയിൽ 2 കാലും തെറ്റി നടുവിടിച്ചു വീണു. തലയുടെ ബാക്ക് സ്റ്റെപ്പിൽ ഇടിച്ചു. കാലിന് ചെറിയ ലിഗമെന്റ് സ്പ്രെയിൻ ഉണ്ടായെന്നു മാത്രം. ടെറസിന്റെ മുകളിൽ നിന്നും കയറിയ ഏണിയോടുകൂടി സിമന്റ് മുറ്റത്ത് തലയിടിച്ചു വീണു. മോസ്റ്റ് സേഫർ പ്ലേസ് ആണ് ഇടിച്ചതെന്ന് ഡോക്ടർ പറഞ്ഞു. വീടിന്റെ മുമ്പിലുള്ള പ്ലോട്ടിൽ പണി നടക്കുന്ന സ്ഥലത്ത് കയർ കെട്ടിയിരുന്നത് കാണാതെ അതിൽ തട്ടി മറിഞ്ഞ് വലിയ ഒരു കുഴിയിൽ ചെന്ന് വീണു. ചുറ്റിന് റബിൾ കൂട്ടിയിരുന്നു. ആളുകൾ ഓടിക്കൂടി എഴുന്നേൽപ്പിച്ചു. ഈ 3 വീഴ്ചകളിലും കാര്യമായ പരുക്കൊന്നും പറ്റിയില്ല. ഇനി എൻ്റെ ജീവിതത്തിലെ മറക്കാനാകാത്ത 2 കാർ ആക്സിഡന്റിന്റെ കാര്യം പറഞ്ഞുകൊള്ളട്ടെ. കാർ ഡ്രൈവ് ചെയ്തു വരുമ്പോൾ ഒരു കുട്ടി കാറിന്റെ ജസ്റ്റ് ഫ്രണ്ടിൽ ഇടതുവശത്ത് നിന്നുള്ള വഴിയിൽ നിന്നും എടുത്തു ചാടി. ഇടതുവശത്ത് തന്നെ കുട്ടി 10-12 അടി പൊങ്ങുന്നത് കണ്ടു. സ്വാമിയെ വിളിച്ച് കാർ ബ്രേക്ക് ചെയ്ത് നിർത്തിയിട്ട് വന്നപ്പോൾ കുട്ടി റോഡ് ക്രോസ് ചെയ്ത് വലതുവശത്തെ ഒരു പോച്ചയിൽ ഇരുന്ന് കരയുന്നു. ഓടിച്ചെന്ന് കുട്ടിയെ നോക്കിയപ്പോൾ ചെവിയുടെ താഴെ കുറച്ചു തൊലി ഇളകിയിട്ടുണ്ട്. ചെറുതായി രക്തവും വരുന്നുണ്ട്. ഉടൻ തന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. ഡോക്ടർ എക്സാമിൻ ചെയ്തു. കുട്ടിയോട് ഓരോ കാര്യങ്ങൾ ചോദിച്ചു. എല്ലാത്തിനും കുട്ടി മറുപടി പറഞ്ഞു. കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ലെന്നും വീട്ടിൽ കൊണ്ടുപോകാമെന്നും പറഞ്ഞു. രണ്ടാമത്തത്, കൃഷ്ണാനഗറിൽ നിന്നും എറണാകുളത്ത് പോകുന്ന വഴി ഞാനും ഹസ്ബൻഡും ഒരു സായി ഫാമിലിയും കാറിലുണ്ടായിരുന്നു. കൊല്ലം കഴിഞ്ഞ് ചങ്ങൻകുളങ്ങരയിൽ നിന്നും 1 കിലോമീറ്റർ പോയി കാണും. നേരം പരപരാ വെളുക്കുന്നതേ ഉള്ളൂ. വലത്തുവശത്ത് നിന്നും സൈക്കിളിൽ ഒരാൾ കാറിന്റെ മുന്നിലേക്ക് ക്രോസ് ചെയ്തു. കാർ നല്ല സ്പീഡിലായിരുന്നു. സൈക്കിളിനെ ഇടിച്ചു തെറിപ്പിച്ചു. സൈക്കിൾ കാറിന്റെ ബോണറ്റിന് മുകളിൽ. സൈക്കിളുകാരൻ തെറിച്ച് ഇടത്തോട്ടു. കാറിന്റെ ഫ്രണ്ട് ഗ്ലാസ് ചിലന്തി വല കെട്ടുന്നത് പോലെ മുരുമുരാന്ന് പൊട്ടി. ചെറിയ ഒരു തരി പോലും ഞങ്ങളുടെ പുറത്ത് വീണില്ല. സൈക്കിളുകാരൻ ഇടത്തോട്ട് തെറിച്ച് വീണതിനാൽ വലുതായി ഒന്നും പറ്റിയില്ല.
ഉടനെ അയാളെ ചങ്ങൻകുളങ്ങര ആശുപത്രിയിൽ എത്തിച്ചു. സൈക്കിളിനും സൈക്കിളുകാരനും പറയത്തക്ക കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഇനി ഒരു സംഭവം. പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ പോകുന്ന വഴിക്കാണ്. ബുദ്ധക്ഷേത്രത്തിൽ തൊഴുത് സ്റ്റെപ്പ് ഇറങ്ങി ഗ്രാനൈറ്റ് പാകിയ യാർഡിൽ റോഡിലിറങ്ങുന്ന സമയം. ഞാൻ കാൽ വഴുതി തലയിടിച്ച് മലർന്നു വീണു. മോൻ ഓടി വന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ചു. തലയുടെ പിറകുവശം പൊങ്ങി പൊങ്ങി വരുന്നു. എല്ലാവരും പേടിച്ചു പോയി. അപ്പോൾ ഒരാൾ ഒരു ട്രേയിൽ ഒരു വലിയ ഐസ് കഷ്ണവുമായി മുന്നിൽ നിൽക്കുന്നു. അത് വാങ്ങി തലയിൽ വെച്ചു കെട്ടി യാത്ര തുടർന്നു. പുരിയിൽ നല്ലതുപോലെ ദർശനം കഴിഞ്ഞ് ഹോട്ടലിൽ വന്നു കിടന്നു. പിറ്റേ ദിവസം എനിക്ക് ഒരു ചെറിയ അസ്വസ്ഥത പോലും തോന്നിയില്ല. എല്ലാം ഭഗവാന്റെ കൃപാകടാക്ഷം. അനുഭവങ്ങൾ പറയാൻ ഇനി ഒരുപാടുണ്ട്. ഒരു അനുഭവം കൂടി പറഞ്ഞാൽ കൊള്ളാമെന്ന് തോന്നുന്നു. എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരി മിസ്സസ് ശ്യാമള വിജയപാലൻ എന്നോട് ചോദിച്ചു, ചേച്ചി സ്വാമിയെക്കുറിച്ച് ഒരു കവിത എഴുതാത്തത് എന്താണ്? ഞാൻ പറഞ്ഞു, സ്വാമിയെക്കുറിച്ച് എനിക്ക് എന്തറിയാം, പിന്നെ ഞാൻ എങ്ങനെ എഴുതും? അടുത്ത ദിവസം സ്വാമിയെക്കുറിച്ച് എഴുതാനായിരുന്നു. ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്തൊക്കെയോ ഓർമ്മയിൽ വരുന്നു. എല്ലാം കുറിച്ചു വെച്ചു. പിറ്റേന്ന് അതിനെയൊക്കെ ഒന്ന് ചിട്ടപ്പെടുത്തി നോക്കി. ആ കവിത എൻ്റെ സ്വാമിയുടെ പാദകമലങ്ങളിൽ വിനയപൂർവ്വം സമർപ്പിച്ചു കൊള്ളുന്നു. തെറ്റുണ്ടെങ്കിൽ സദയം ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അവതാര പുരുഷൻ ശ്രീ സത്യസായി ബാബ. ഭാരതം എന്നുള്ള പുണ്യനാമം എന്നാൽ ഭായിൽ രമിക്കുന്ന സ്നേഹഭൂമി. ഭായെന്ന വാക്കിനെ അന്വർത്ഥമാക്കുന്നു അവതാര പുരുഷന്മാരെ കാലവും. എത്രയോ അവതാര പുരുഷന്മാർ ഭാരത മണ്ണിൽ പിറന്നല്ലോ ധർമ്മരക്ഷാർത്ഥമായി. കലിയുഗത്തിൻ കൽമഷം മാറ്റുവാനായി അവതാരം കൈക്കൊണ്ടു സായി ഭഗവാനും. സായി ബാബയായി അവതരിച്ചു സായി ഷിർദി എന്നുള്ളൊരാ പുണ്യഭൂവിൽ. അതു കഴിഞ്ഞ് അവതാരം കൈക്കൊണ്ട് സായിയും പുട്ടപർത്തി എന്ന ഗ്രാമത്തിങ്കൽ. രണ്ടവതാരവും ഭക്തർ ക്ഷേമത്തിനായി പ്രവർത്തിച്ചു അന്ത്യം വരെ. അവതാര മഹിമകൾ പാടിപ്പുകഴ്ത്തുന്നു ലോകമെമ്പാടുമേ ഭക്തരെല്ലാം. സ്നേഹത്തിൽ നിന്നു മുളച്ചു വളർന്ന ഈ സായി എന്ന മഹാസ്നേഹവൃക്ഷം തണലേകി ഭക്തരെ കരകയറ്റിയിടുന്നു ജീവിതമാകുന്ന ഭവസാഗരം. സ്നേഹത്തിൻ വിത്തുകൾ വാരി വിതറുന്നു സായി മക്കൾ തന്റെ ഹൃദയങ്ങളിൽ. വിത്തുകളെല്ലാം മുളച്ചു വളർന്നങ്ങു വൃക്ഷമായി തണലേകുന്നു ഭക്തർക്ക്. അമ്മതൻ സ്നേഹവാത്സല്യങ്ങൾ നൽകി സായി മാതാവ് കാത്തിടുന്നു ഭക്തരെ. സത്യധർമ്മശാന്തി പ്രേമത്തിൻ പാതയിൽ സഞ്ചരിച്ചിടുവാൻ പ്രാപ്തരാക്കിയിടുന്നു. സായി സന്ദേശത്തിൻ ആപ്തവാക്യമാകും സ്നേഹിക്കുക സേവനം ചെയ്തു കൊള്ളുക എന്ന മനോഭാവം കൈക്കൊള്ളുവാനായി സായി മാതാവ് പഠിപ്പിച്ചു നമ്മളെ. സായിരാം എന്ന മഹത് വാക്കിനാൽ സായി കൂട്ടിയിണക്കുന്നു ഭക്തരെ എല്ലാമേ. ഭക്തരോ ഭഗവാന്റെ ദിവ്യ സന്ദേശങ്ങൾ ഒത്തുചേർന്നു നടപ്പിലാക്കിയിടുന്നു. ബാലവികാസ് എന്ന സങ്കല്പത്താൽ സായി ലോകവികാസം വിഭാവനം ചെയ്യുന്നു. ഇന്നത്തെ കുട്ടികൾ നാളത്തെ പൗരന്മാർ എന്ന തത്വം നമ്മെ ഓർമ്മിപ്പിച്ചിടുന്നു. പുട്ടവർത്തി തന്നിലെത്തിടുന്നോർക്കെല്ലാം കിട്ടിടുന്ന ഒരു ദിവ്യാനുഭൂതിയെ അമ്മതൻ മടിയിൽ കിടന്നു കളിക്കുന്ന കുഞ്ഞുങ്ങളെ പോലെ അനുഭവിച്ചിടാം. ദിവ്യപ്രേമമെന്ന മാതൃസ്നേഹത്തിനാൽ ഭക്തരെ തന്നിലേക്കു ബന്ധിപ്പിക്കുന്നു. അങ്ങനെ ഭഗവാന്റെ കൂടെ ജീവിക്കൂ കഴിഞ്ഞവരാം നമ്മൾ സുകൃതികളും. സായി മാതാവിന്റെ സ്നേഹത്തിൻ ധാരയിൽ മുങ്ങിക്കുളിച്ചു രമിച്ചു കിട്ടുന്നതാം ദിവ്യാനുഭൂതിയെ ആസ്വദിച്ചിടുവാൻ കഴിയണേ ജീവിതാന്ത്യം വരേക്കും എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ എന്നുടെ വാക്കുകൾ ഭഗവാന്റെ പാദപത്മങ്ങളിൽ
അർപ്പിച്ചുകൊള്ളുന്നു വിനയപൂർവം, അർപ്പിച്ചുകൊള്ളുന്നു വിനയപൂർവം. സായിരാം. സായിരാം. അസലായി കവിത, നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ സായിരാം. 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 ఈ భగవాന്റെ ప్రసంగేషన్. ఎన్ని విద్యలు నేర్చినప్పటికీ, ఎంత సంపద సంపాదించినప్పటికీ, ఎంత వైజ్ఞానుడైనప్పటికీ, ఇవన్నీ కూడాను కేవలం మానవుడు సమాజం నుండినే పొందగలుగుతున్నాడు. The education, the wealth, the science and technology are earned from society only. కనుక ఏ యొక్క సమాజం నుండి ఏ విద్యలను మనము అభ్యసించితిమో, అందుకొంటిమో, ఏ సంపదలను మనం పొందగలిగితమో, ఆ విద్యలను, ఆ సంపదను తిరిగి కొంత మాత్రమైనా కూడాను సమాజమునకు అందించినప్పుడే మన యొక్క రుణము తీరుతుంది. Having received the wealth, the education from society, we can only pay the debt of gratitude by serving the society to a certain extent. దీనిని మానవుడు తన యొక్క కృతజ్ఞతను చెప్పుకునే నిమిత్తమై ఈ పవిత్రమైనటువంటి ఆదర్శాలను భారతీయులు అందిస్తూ వచ్చారు. Bharatiyas have taught the lesson of gratitude to the entire humanity this way. ఈ కృతజ్ఞత అనేటువంటిది మానవునికి ప్రధానమైన సుగుణం. The gratitude is the virtue of mankind. కృతజ్ఞతనే లేకుండినా క్రూర మృగముల కంటే జీవితము వ్యర్థమనే చెప్పవచ్చు. The one with ingratitude is worse than wicked beast and animal. కనుక ఈనాటి మానవుడు అనేక విద్యలను నేర్చుతున్నాడు. Man is acquiring various forms of knowledge. అనేక విధములైనటువంటి యొక్క సంపదను అందుకోగలుగుతున్నాడు. He is also earning wealth in various forms. ఈ విద్యను నేర్చినటువంటి ప్రతి విద్యార్థి కూడాను జగత్తునకు ఏమాత్రమైన సహాయం చేయగలుగుతున్నాడా? The student who acquires all the knowledge, is he able to help the society anyway? ఈ సమాజమునకు సహాయం చేయలేనటువంటి యొక్క విద్యలు వ్యర్థమే కదా. If he cannot help the society, is it not a waste all his education? ఎందరు విద్యావంతులు ఈ యొక్క సమాజమునకు తోడ్పడగలుగుతున్నారు? How many educated people are serving the society? ఎందరు సంపద కలిగినటువంటి వారు ఈ జగత్తునకు తోడ్పడుతూ ఉన్నారు? How many rich people are helping society? ఎందరు మేధావులు ఈ యొక్క సమాజమునకు తగినటువంటి సహాయం చేయగలుగుతున్నారు? How many intellectuals are able to serve the society? దినదినమునకు మన జీవితము భౌతికంగా ఉన్నత స్థాయి చెందినట్టుగా కనిపించుచున్నది. Day by day, our life standard appears to be superior. వైజ్ఞానికంగా మానవుడు ఎంతో ప్రగతిని సాధించినట్టుగా తోస్తూ ఉంది. It appears that man has progressed in science. ప్రతి మానవుడు కూడాను ప్రపంచంలో ఉన్న రహస్యాన్ని పూర్తి కనుగొన్నాము అనేటువంటి భ్రమల చేత మునిగిపోతున్నాడు. Every man is carried away by the illusion that he has known the secrets ఈ of the కనుగొన్న world. రహస్యమును కానీ, సంపాదించినటువంటి విద్యను కానీ, సాధించిన జ్ఞానమును కానీ జగత్తునకు ఎంతవరకు ఉపయోగకరంగా తాను అనుభవిస్తున్నాడు? To what extent is helping with all the secrets of world that he has known and the knowledge he has acquired? కనుక మనము ఏ సమాజము నుండి ఏ శక్తిని మనము సంపాదించగలిగితేమో ఆ శక్తిని సమాజమునకు కూడాను ప్రతిఫలాపేక్ష లేకుండా కొంత సాధన చేయాలి. Henceforth, the strength that we receive from the society must be paid back by serving to a certain extent. అప్పుడే మన విద్యకు, మన సంపదకు, మన మేధావికి ఒక విలువైనటువంటి శోభ కలుగుతుంది. Then only the education, the wealth and the intellect are fulfilled. సాయిరామ్ అన్నమా, ഒരു ഭജന ഹേ മാധവ ഹേ മധുസൂദന
ഹേ മാധവ ഹേ മധുസൂദന ദാമോദര ഹേ മുരളീധര ദാമോദര ഹേ മുരളീധര ഹേ മാധവ ഹേ മധുസൂദന മനമോഹന ഹേ യദുനന്ദന മനമോഹന ഹേ യദുനന്ദന ദീനാവന ഭവഭയഭഞ്ജന ദീനാവന ഭവഭയഭഞ്ജന ഹേ മാധവ ഹേ മധുസൂദന ദാമോദര ഹേ മുരളീധര ഹേ മാധവ ഹേ മധുസൂദന മനമോഹന ഹേ യദുനന്ദന മനമോഹന ഹേ യദുനന്ദന ദീനാവന ഭവഭയഭഞ്ജന ദീനാവന ഭവഭയഭഞ്ജന ഹേ മാധവ ഹേ മധുസൂദന. ജയ് സായിരാം. സായിരാം. ഓം ശ്രീ സായിരാം. സായി ഉപമ. ഒരു ഇരുമ്പ് കഷണം വെള്ളത്തിൽ താഴ്ന്നു പോകുന്നു. പക്ഷേ അതിനെ പൊള്ളയാക്കി ഒരു വഞ്ചി ഉണ്ടാക്കിയാൽ അത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുകയും ഭാരം വഹിക്കുകയും ചെയ്യുന്നു. അതുപോലെ മനുഷ്യ മനസ്സ് ഇന്ദ്രിയങ്ങളാകുന്ന കടലിൽ പെട്ടെന്ന് മുങ്ങിപ്പോകുന്നു. ഈശ്വരനാമം കൊണ്ട് അടിച്ച് അതിനെ പൊള്ളയാക്കിയാൽ വൈഷമ്യങ്ങൾ നിറഞ്ഞ സംസാര സാഗരത്തിൽ സുരക്ഷിതമായി പൊങ്ങിക്കിടക്കുവാൻ അതിന് സാധിക്കുന്നു. ജയ സായിരാം. മാഷെ, സായിരാം. പരമ എല്ലാം ഭംഗിയായി സായിരാം സായിരാം. ഭാവനയും അനുഭവവും ഭജനയൊക്കെ ഭംഗിയായി. സായിരാം. സായിരാം സായിരാം. ഭഗവാന്റെ കൃപ ഇനിയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സായിരാം സായിരാം. സമസ്ത ലോകാ സുഖിനോ ഭവന്തു. സമസ്ത ലോകാ സുഖിനോ ഭവന്തു. സമസ്ത ലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും